വെൽക്കം ഫ്രം ഗ്രോ ആൻഡ് ഗ്ലോ വിത്ത് ഗോപു. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം പേളിമാണിയുടെ സിമ്പിൾ റെസിപ്പിയായ ടൊമാറ്റോ റൈസ് ആണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സിനായാലും കുക്കിംഗ് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്കാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് സൈഡ് ഡിഷസ് ഒന്നും വേണ്ട, ഒരു സാലഡ് മാത്രം മതി നമുക്കിത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഡിന്നർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് കുക്കറിൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ ഒരു 2-3 ടീസ്പൂൺ ഓഫ് എന്തിടണം, നെയ്യ് ഇടണം. നല്ല നെയ്യ് യൂസ് ചെയ്യുക. ഓർ നമ്മൾ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്യ് ആഡ് ചെയ്യുക. കുറച്ച് നെയ്യ് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. ആ നെയ്യ് അതിലേക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് സ്പൈസസ് ആഡ് ചെയ്യുക. എല്ലാ സ്പൈസസും നന്നായിട്ട് അതിൽ കിടന്നൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താ ആഡ് ചെയ്യണം, ഒരു 4 വലിയ സവാള ആഡ് ചെയ്യണം. 4 വലിയ സവാള കുരുന്ന് സ്ലൈസായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. നല്ല കുരുകുരാന്ന് അരിയണം, എന്നാലാണ് അത് നന്നായിട്ട് സോട്ടായി വരുള്ളൂ. നമ്മൾ എന്തോരം വലിപ്പം കൂടുതൽ വെച്ചിട്ട് അരിയണോ അത്രയും ടൈം എടുക്കും കേട്ടോ അത് സോട്ടായി വരാൻ. സോ അത് നമ്മൾ ശരിക്കും സ്ലൈസായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെക്കാൻ നമുക്കത് സോട്ടായി കിട്ടും കേട്ടോ. പിന്നെ ഇത് സോട്ടാവാൻ വേണ്ടി കുറച്ച് ഉപ്പ് വെതറിയാൽ മതി, അത് നന്നായിട്ട് സോട്ടായി വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് വറ്റാണെങ്കിൽ അതും നല്ലതാണ്, വെക്കാൻ നമുക്ക് പരിപാടി കഴിയുമല്ലോ. അപ്പം നന്നായിട്ട് അത് സോട്ട് ചെയ്യുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ കളറൊന്ന് മാറണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചെടുത്തതാണ് ആഡ് ചെയ്യേണ്ടത്. ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് ചതച്ചെടുത്തത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പേസ്റ്റ് അല്ല, ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ നല്ലതായിട്ട് അരച്ചു വെച്ച നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കണം, അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം നല്ല പഴുത്ത തക്കാളി ആഡ് ചെയ്യുക. 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. നല്ല രീതിക്ക് ഇതങ്ങ് വരട്ടിയെടുക്കണം. നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യാം. 1 kg റൈസാണ് എടുത്തിരിക്കുന്നത്. 1 kg ആക്ച്വലി 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഞാൻ 7 പേര് എന്നുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് തക്കാളി നന്നായിട്ട് അതിലേക്ക് പിടിക്കണം കേട്ടോ. തക്കാളി എന്താ പറയുക, എണ്ണ കുറുകി വരുന്നൊരവസ്ഥ എന്ന് പറയത്തില്ലേ, എണ്ണ ഇങ്ങനെ തിള പൊട്ടണം. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അന്നേരമാണ് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് കുക്കായി എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് വരുള്ളൂ. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഓഫ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ആൻഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് സോട്ട് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു രീതിയിലേക്കായിരിക്കണം. ആ ഒരു ടൈമിലാണ് ഇത് നന്നായിട്ട് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നന്നായിട്ട് എണ്ണ പിടിച്ചു. ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ഓർ എനിത്തിങ്, ബിരിയാണി, ടൊമാറ്റോ റൈസ്, ഫ്രൈഡ് റൈസ് ഇതൊക്കെ വെക്കുമ്പോൾ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് നമ്മൾ ബോയിൽ ചെയ്യണതിന് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് എക്സസ് ആയിട്ട് നിൽക്കണം. ആ ഒരു ലെവലാണ് ഉപ്പ് നല്ല പാകമായിട്ട് വരുന്നത് കേട്ടോ. ഉപ്പ് ഇച്ചിരി കൂടുതലല്ലേ എന്ന് നമുക്ക് തോന്നിയ രീതിയിൽ വന്നാലാണ് ഉപ്പ് നമുക്ക് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സോട്ട് ചെയ്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമ്മൾ ശരിക്കും തക്കാളിയൊക്കെ വരട്ടില്ലേ, തക്കാളി വെറുതെ നമ്മൾ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കില്ലേ, അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സ്പൈസസും ആഡ് ചെയ്ത് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. നന്നായിട്ട് സോട്ട് ചെയ്യണം. എപ്പോഴും എണ്ണ ഇങ്ങനെ കുറുകി തെളിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച 1 kg ഓഫ് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ്, ലൈക്ക് ജീരകസാല പോലത്തെ തന്നെ ആ റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ടേംസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റോസ് ബ്രാൻഡിൻ്റെയാണ് റൈസ് വാങ്ങിച്ചിരിക്കുന്നത്. ജീരകസാല പോലത്തെ തന്നെ അരിയാണ് അത്. റോസ് ബ്രാൻഡ് ജീരകസാല തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ചിലർ അതിങ്ങനെ വറുത്തെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റൈസ്
കുക്കറിൽ തന്നെയിട്ട് ഇങ്ങനെ വറുത്ത് നന്നായിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെന്നാണ് പറയണേ. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ആ തക്കാളിയും ഉള്ളിയും നന്നായിട്ട് അതിലേക്ക് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറാണ് പതിവ്. ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തേക്കുന്നത് ആ അരിയിനേക്കാളും കുറച്ചും കൂടി വെള്ളം, ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിരിക്കണമെങ്കിൽ ആ 2 ഗ്ലാസ് അരി പ്ലസ് അതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം അത്രയാണ് ആഡ് ചെയ്യണേ. അപ്പം ഞാൻ ഈ കപ്പിൽ 2 കപ്പ് അരി എടുത്തു. സോ ഞാൻ ഈ കപ്പിൽ 2 കപ്പ് അരി വെള്ളവും പ്ലസ് ഒരു ഇച്ചിരിയും കൂടെ ഒരു ഹാഫ് കപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. അന്നേരമാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. നമുക്കൊന്ന് ഒട്ടി കിട്ടണമെങ്കിൽ ഈ തക്കാളി ചോറ് ശരിക്കും ഒരു ഒട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഒരു എന്താ പറയുക, ഡ്രൈ ആയിട്ട് വിട്ട് കിടക്കില്ല, ഇങ്ങനെ കട്ടിയായിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്യണം. അല്ല നിങ്ങൾക്ക് വിട്ട് കിട്ടണമെങ്കിൽ 2 ഗ്ലാസ് തന്നെ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ കണ്ടമാനം ഉപ്പ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആഡ് ചെയ്യണേ. പിന്നെ ഞാനൊരു 2 അടപ്പ് വിനേഗറാണ് ഒഴിച്ചെടുക്കണേ. അതെന്താ വെച്ചാൽ വെന്ത് കലങ്ങി പോകാണ്ടിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരുന്ന വരെ വേവിക്കുക. ശരിക്കും ഇത് ബോയിൽഡ് വാട്ടർ ഒന്നും അല്ല കേട്ടോ, നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ചിലർ ബോയിൽഡ് വാട്ടർ യൂസ് ചെയ്യും, പക്ഷെ നോർമൽ വാട്ടർ യൂസ് ചെയ്തതിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് വിസിൽ നന്നായിട്ട് പോയി അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ പയ്യെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഭയങ്കര നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. നന്നായിട്ടൊന്ന് നമ്മൾ കുക്കർ തുറന്ന ഉടനെ തന്നെ ഒന്ന് അടിച്ചടിച്ച് വേണം ഓപ്പൺ ആക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ തട്ടി കൊടുത്ത് അതൊന്ന് ഇതാക്കുക. ശരിക്കും ഇങ്ങനെ ഒരു കുഴഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വെന്ത് കലങ്ങി പോയിട്ടുമില്ല, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.